ഗാന്ധിവധത്തിന്റെ പിന്നിലെ എല്ലാ ഗൂഢാലോചനയെയും കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജയൽ കപൂർ കമ്മീഷൻ. നിരവധി സാക്ഷികളെയും തെളിവുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിഗമനത്തിൽ ആ കമ്മീഷൻ എത്തിയിട്ടുണ്ട്. അത് ഗാന്ധിവധത്തിന്റെ സൂത്രധാരൻ സവർക്കർ അല്ലാതെ മറ്റാരുമല്ല എന്നാണ്. ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടികൾ സ്വീകരിച്ച് സവർക്കറെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും തൂക്കിലേറ്റുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, അപ്പോഴേക്ക് സവർക്കർ മരിച്ചുപോയി. മരണം മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഘാതകനാണ് സവർക്കർ. ആ സവർക്കറാണ് ഗോഡ്സെയെയും ഒരുപാട് ഗോഡ്സെമാരെയും ഘാതകരുടെ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും ഹിംസോന്മുഖമായ വർഗീയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് ജന്മം നൽകിയത്. 1923 സവർക്കർ പ്രസിദ്ധീകരിച്ച ഹിന്ദുത്വ എന്ന ഗ്രന്ഥമാണ് ഈ ആക്രമണോത്സുകമായ മതരാഷ്ട്രവാദത്തെ മുന്നോട്ട് വെക്കുന്നത്. ആ പുസ്തകം എഴുതിയ വാർത്ത കേട്ടാണ് ഹെഡ്ഗവാർ 1925 ഏപ്രിലിൽ രത്നഗിരിയിൽ ചെന്ന് സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയുടെ ഊർജവും ആവേശവുമായാണ് ആ കൊല്ലം തന്നെ ഒക്ടോബറിൽ RSS രൂപീകരിച്ചത്.